ചാക്കോച്ചന് നാണമില്ലേ ഈ സെൽഫ് പൊങ്ങിയുടെ കൂടെ കൂടി നടക്കാൻ? ഇടം മണ്ട നാണിച്ചു നിന്നാൽ ഈ 22 പൗണ്ട് എന്റെ പോക്കറ്റിൽ വീഴുമോ? അത് ശരി, അപ്പൊ ലാഭമുള്ള കളിയല്ലേ? അല്ലടാ, കഴിഞ്ഞ ഓണത്തിന് നിനക്കറിയോ 2 ജോണി വാക്കറാ ഞാൻ അലക്കി മാറ്റിയത്. ഭയങ്കര കടലല മേലേ മോഹപ്പും കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. എന്തൊരു തിരക്ക്! ഇതെവിടെയാണോ ഈ സോക്രട്ടീസ് കാറ് പാർക്ക് ചെയ്തിരിക്കണേ? ഓ, എങ്ങനെ അവനെ കണ്ടുപിടിക്കും ഞാൻ? അതാ നമ്മുടെ മുതല്. ഇതാണോ നീ പറഞ്ഞ ആള്? പിന്നുമോനെ, എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്? ഇത്ര വലിയ സ്ഥലത്താണ് നീ ജീവിക്കണേ? പിന്നെ UK ഇത് ചാക്കോച്ചൻ. എന്റെ മനുഷ്യൻ കഴിച്ചതൊക്കെ പൊട്ടിക്ക് പോകാനല്ലോ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നല്ല ലഗേജ് ഇത്രേ ഉള്ളൂ. എന്റെ സോക്രുമോനെ, ലഗേജ് ഒഴുകി ഇങ്ങനെ വരുമായിരുന്നു. ഒരു തോട് പോലുള്ള ഒരു സാധനത്തിൽ ഒഴുകി വന്നു. ഞാൻ കയറി ഒറ്റപ്പെടുത്താം, എനിക്ക് കിട്ടിയില്ലടാ. ഞാൻ എന്ത് ചെയ്തു? ചാടി അങ്ങോട്ട് കേറി അകത്തേലിട്ട് കയറിനേ. അകത്തേലിട്ട് എന്റെ ചേട്ടാ ഒന്നും പറയണ്ട. ഞാൻ അകത്തേലിട്ട് കേറിയിട്ട് പിടിക്കാൻ നോക്കി. എന്റെടാ ഒരു സെക്യൂരിറ്റി അവിടെ ഓടി വന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലാ പറഞ്ഞത്, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അവൻ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, ലഗേജ് അവിടെ കളക്ട് ചെയ്യാം നിന്റെ വീട്ടിൽ. സോക്രു, ഞാൻ നിന്റെ അഡ്രസ്സാ കൊടുത്തേക്കണേ. പിന്നെ നിന്റെ അഡ്രസ്സിൽ അവിടെ വരുമെന്നാ പുള്ളി പറഞ്ഞത്. എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലടാ. എങ്ങനെ ഇവിടെ ഇതിന്റെ കാര്യം എങ്ങനെയാ? വീട്ടിലേക്ക് പോവാം. ഓക്കെ, എന്താടാ ഞാൻ സന്തോഷമായി. അല്ലടാ, ഇവൻ കട്ടപ്പനയെന്നോ അതെ ആസാമിന്നോ വന്നെ? എന്നിട്ട് അങ്ങനെ പാന്റൊക്കെ കെട്ടിട്ടുണ്ടില്ലേ നീ വെള്ളപ്പൊക്കം നടന്നു പറഞ്ഞ പോലെ? സ്റ്റൈലാ. പിന്നുമോനെ, ഇതാണോ വണ്ടി? കാറാണോടാ? നീ ഇങ്ങനെ ഒപ്പിച്ചടാ ഇതൊക്കെ? കേറി പോവാ. പിന്നുമോൻ ബെൽറ്റ് ഇട്ടോട്ടോ. കിട്ടോട്ടാ. നാട്ടിലെ പോലെയല്ല, ഇവിടെ പറയലല്ല, പോലീസ് പിടിക്കും. അയ്യടാ സോക്രു, അമ്മച്ചി ബെൽറ്റ് എടുത്ത് മേശപ്പുറത്ത് എടുത്ത് വെച്ചതായിരുന്നു. എടുത്തത് എന്റെ അര കെട്ടാൻ അങ്ങോട്ട് മറന്നുപോയി. എന്റെ മാതാവേ, എന്റെ ടിൻറ്റു മോനെ, അരയില് കെട്ടണ ബെൽറ്റ് അല്ല. നീ ചുന കണ്ട ഇത്? അതന്നെ, അതിലെത്തി പള്ളയില് കുത്ത്. ഓ, കാർ സീറ്റോ? എവിടെയാണോ? അയ്യോ, എവിടെയാണോ കുത്തണേ? എന്റെ അമ്മേ, എവിടെയാ സോക്രു? ഇവിടെയാണോടാ? എടുത്ത പള്ളയിലേക്ക് കുത്തിയിറക്ക്. അതന്നെ. അമ്മ എന്തിനും നിയമങ്ങളാണല്ലേ. ഒടിഞ്ഞു പോന്നാ സോക്രട്ടീസേ. ഇവൻ നിന്റെ കസിൻ തന്നെയാ, സംശയമില്ല. നീ 2 വിടുമ്പോഴേ കണ്ണട വെക്കണല്ലോ. ഇത് നാട്ടീന്നേ വെച്ച് പോന്നുണ്ട്. ചാക്കോച്ച, ഇത് എന്റെ കൂട്ടുകാരൻ ഷിബു പണ്ട് ദുബായിന്ന് വന്നപ്പോ തന്നിട്ടുള്ള കണ്ണാടിയാ. സോക്രുമോനെ, എടാ എന്ത് സ്പീഡിലാണ് നീ വണ്ടി ഓടിക്കണേ? പിന്നുമോനെ, ഇത് മോട്ടോർ വേ അല്ലേ? ഇവിടെ ഇത്രയും സ്പീഡിൽ പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പോലീസ് പിടിക്കും. നാട്ടിലൊക്കെ സ്പീഡിൽ പോയാലാണ് പോലീസ് പിടിക്കുന്നത്. ഓ, ഇവിടെ പയ്യെ പോയാലും പോലീസ് പിടിക്കൂടാ. എന്തൊരു നാടാടാ ഇത്. പിന്നുമോനെ, വാ ഇറങ്ങ, വീടെത്തി. തന്നെ ഉറക്ക. അയ്യോ, ഭയങ്കര ക്ഷീണം. അമ്മേ, വാ, അതാണ് വീട്. പിന്നുമോനെ, വാ കേറ്. ഇതാ നമ്മളെ വീട്. കൊള്ളാലടാ. ആ കണ്ണാടേക്ക് പോലിക്ക തട്ടി തടഞ്ഞ് വീഴണ്ട അവിടെ. വാ കേറ്. അയ്യോ, കൊള്ളാം കേട്ടോ. സെറ്റപ്പാണോ വീടൊക്കെ? പിന്നുമോനെ, ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കാം. ഓ, എന്താ പച്ച ആപ്പിളാ? അത് ഇങ്ങനത്തെ ആപ്പിളാന്നേ ഇവിടെ കിട്ടണേ. ഓ, അത് ശരി. പഴം എന്നെ നിർത്തി കഴിക്കാം. അടുപ്പാണ്. എന്റെ മാതാവേ, ഓ ഈശോയെ,
എന്ത് കാച്ചത് ചങ്ങാതി? ഭയങ്കര വിശപ്പ്. ഓ ഓ നല്ല ആപ്പിളാണല്ലോ. നന്നായിണ്ട്. എന്തത് ഒന്നാവും. പഴമൊന്നും ഇവനെ കാണിക്കല്ലേ ഇവിടെ. ഇതൊക്കെ വെടുപ്പായി. ടിന്റുമോനെ, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ടോ? അതോ എയർപോർട്ടിൽ വെച്ച് പോയ ബാഗിനകത്തായി പോയോ? എടാ അത്യാവശ്യ സാധനങ്ങളെല്ലാം അതിനകത്താ. മെയിനായിട്ട് എടാ അമ്മച്ചി രാത്രി കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന അരിയുണ്ട. എടാ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കണ വലിയ മാവ് നീ നോക്കുന്നുണ്ടോ? എന്റെ എടാ അപ്പച്ചൻ ആ മാവ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ആകുന്നു പറഞ്ഞു. അപ്പച്ചൻ വേണ്ട വേണ്ട. അപ്പച്ചൻ ആ മാവെ കേറി തന്നെ കേറി ആ മാങ്ങ എല്ലാം പറിച്ചിട്ട് എനിക്ക് അച്ചാറിട്ട് ആ അച്ചാറ് കാഞ്ചാറുള്ള പെങ്ങളില്ലേ ആ പെങ്ങള് തന്നുവിട്ട ഉണക്കമീൻ അതും അതിനകത്താ. എടാ സോകട്ടേ എടാ അത്യാവശ്യമായിട്ടുള്ള എല്ലാം അതിനകത്താടാ. എടാ അത് കിട്ടൂലടാ. അത് വിഷമിക്കൊന്നും വേണ്ട ടിന്റുമോനെ. നാളെ രാവിലെ അവരാ എയർപോർട്ടിൽ നിന്ന് വണ്ടിക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുതരും. എന്റെ ലഗേജ് ഇങ്ങനെ പോയതാ. ഒരു കാര്യം ചെയ്യും, ഇത്ര നേരമായില്ലേ, വന്ന ക്ഷീണം നല്ലോണം. ഈ ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് വേഷത്തൊക്കെ മാറി ഒന്ന് കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ നോക്കും. ഞാൻ ഇറങ്ങാം. നിങ്ങളെ കുടുംബക്കാരായില്ലോ. ഇനിയിപ്പോ ഞമ്മടെ ആവശ്യമില്ല. കേറി വാ ടിന്റുമോനെ. എന്താണത് പെടപെടാന്ന് വെച്ചാൽ വേണേ ഇത് ഒഴിഞ്ഞു വീഴോടാ. ഇതെല്ലാം തടിയല്ലേ, ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ. ഇത് മൊത്തം തടി കൊണ്ട് ഉണ്ടാക്കിയതാ. സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് ടിന്റുമോന്റെ റൂമ്. ഇത് ശരിക്കും പുറച്ച് കിടക്കണേ, കാരണം നല്ല തണുപ്പായിപ്പോ. രാവിലെ ആകുമ്പോഴത്തേക്കില്ലേ ഫ്രീസ് ആയി പോകും. ഞാൻ ഹീറ്റർ കിട്ടേക്കാം ഈ റൂമിന്റെ. ശരി സോക്രു എടാ സോക്രു മോനെ സോക്രു എന്നാ ടിന്റുമോനെ? എന്താ ഭയങ്കര തണുപ്പാണ്. എന്തൊരു തണുപ്പാണ് അവിടെ. എടാ എനിക്ക് ഒരു പുറപ്പൂർ തള. അല്ല ഇയാളിപ്പോ എന്ത് പുറച്ചേക്കണേ? ഇത് പുറപ്പല്ല, ഇത് പുതയ്ക്കാനുള്ളതല്ല. ഈ ബെഡ്ഷീറ്റും ബെഡ് മൂടി എന്ന സാധനം ബെഡ് കവറാ. അത് ശരി. പുതപ്പി അടിയിൽ കിടക്കുന്ന സാധനം. ഓ കട്ടി കൂടുതലായിട്ട് കിടക്കാന്ന് വിചാരിച്ചാണോ അല്ലെ? ഇതിന്റെ ഉള്ളിലോട്ട് കയറി കിടന്നാലേ ഇവിടെ തണുപ്പി പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കയറണം. ഇതിന്റെ ഉള്ളിൽ കയറി കിടക്കാൻ നോക്കും. ഓ അങ്ങനെയാ. അപ്പൊ ശരിയെന്നാ, എനിക്ക് ഇച്ചിരി രാവിലെ പോവാനുള്ളേ ഇച്ചിരി തിരക്കുണ്ട്. ഓക്കെ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. ഇത് എങ്ങനെ ഇതിനകത്ത് കയറൂടാ? കൊള്ളാലത് ബട്ടൺസ് ഒക്കെ ഉണ്ടല്ലോ. ഓ ഈ സായിപ്പുമാരുടെ ഒരു കാര്യം. ഓ ഇത് സെറ്റപ്പാണ്. ഇതിനകത്ത് എങ്ങനെ ഒന്ന് കയറി പറ്റും? കൊള്ളാലോ ഈ പുതപ്പ്. എന്റെ ഇടാ. അയ്യോ എന്റെ ഇടാ. ഓ ഇതിന്റെ ബട്ടൺ എവിടെയാണ്? ഓ ഈ ബട്ടണൊക്കെ ഇടാൻ പറ്റും. ഇത് എങ്ങനെ ഇവര് സായിപ്പുമാര് സമ്മേണം കേട്ടോ. അയ്യോ ബട്ടണൊക്കെ തന്നെ എങ്ങനെ കയറൂടാ? ഇത് എല്ലാ ബട്ടൺ ഇടണോ? എന്റെ അമ്മേ സോക്രട്ടീസ് ഇങ്ങനെയാണോ കിടക്കണേ? അവനൊക്കെ എങ്ങനെ കടന്നു നാട്ടിലെ? എന്റെ പോലെ ഭയങ്കര സെറ്റപ്പ് മതി. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. ഇളം തെന്നലീണം പാടിവാ. കരകാണ കടലല മേലെ